സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രൺവീർ അലഹബാദിയുടെ ഒരു ഷോയ്ക്കിടെ നടത്തിയ പരാമർശത്തിലേക്കാണ്. അതൊരു അശ്ലീല പരാമർശമാണ്, നമുക്കിവിടെ ഇത് പറയാൻ പറ്റുന്നതല്ല. ആ പരാമർശത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു. ആ ഷോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. ജിംസ്, ഈ ഒരു പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിലാകട്ടെ പുറത്താകട്ടെ എന്ത് പറയണം പറയണ്ട എന്നൊക്കെ കൃത്യമായി നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ജെൻസി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രയോഗങ്ങൾ അല്ലെ ഇത്തരം അശ്ലീല പരാമർശങ്ങൾ അതിനൊക്കെ ഒരു സ്വാഭാവികത കൈവരുന്നുണ്ടോ? കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് നമ്മൾ പൊളിറ്റിക്കലി ഡിവൈഡഡ് ആയിട്ടുള്ള പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണെന്ന് ഇന്ത്യയിലെ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ സ്പെക്ട്രം ഓഫ് പീപ്പിൾ ഒരുമിച്ച് നിന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ രൺവീർ അലഹബാദിക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്. റൈറ്റ് വിങ്ങേഴ്സ് ആവട്ടെ, ലിബറൽസ് ആകട്ടെ, എല്ലാവരും ഒരേപോലെ രൺവീർ അലഹബാദിയെ വിമർശിക്കുകയും അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ സോഷ്യൽ മീഡിയയും അല്ലാത്ത മീഡിയയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അർണബ് ഗോസ്വാമിയൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും പല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ളവരൊക്കെ രൺവീർ അലഹബാദിയെ വിമർശിക്കുന്നത് ചോദിച്ചാൽ അദ്ദേഹം ഇന്ത്യൻ കൾച്ചറിനെ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. പൊതുവെ അദ്ദേഹത്തിൻ്റെ ഷോകളിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ് ആവട്ടെ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് ആകട്ടെ, അദ്ദേഹം നടന്ന ഇൻ്റർവ്യൂകളാകട്ടെ, അതിലൊന്നും ഇങ്ങനെ ഒബ്സീനായിട്ടുള്ള റിമാർക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞായിട്ട് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം ഉണ്ടല്ലോ, അതൊരു ഹിന്ദുത്വ എക്കോസിസ്റ്റമാണ്. അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുന്ന ഒരാളാണ്. എന്നാൽ പുറമെ ലിബറൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസിനെ കൊണ്ടുവന്നിരുത്തി മധുര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പോളിഷ് ചെയ്ത് സോപ്പൊക്കെ ഇടുന്ന ഒരുപാട് വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആദ്യമായിട്ടല്ല ഈ വിവാദങ്ങളിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ കർണാടകയിൽ നിന്നുള്ളൊരു റൈറ്റ് വിങ് ഹിസ്റ്റോറിയൻ കേരളത്തെക്കുറിച്ചൊരു മോശം പരാമർശം നടത്തി. മോശം എന്ന് പറഞ്ഞാൽ വിദ്വേഷ പരാമർശം നടത്തി. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ മലപ്പുറം എന്നൊരു ജില്ലയുണ്ട്, അവിടെ ഒരു സിറ്റിയുടെ മുമ്പിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്, ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല, അവിടെ ഓൺലി മുസ്ലിംസ് മാത്രമേ പ്രവേശനമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആധികാരികമായിട്ട് അദ്ദേഹം പറയുകയാണ്. പക്ഷേ ഈ രൺവീർ അലഹബാദി അത് തലയാട്ടിയിരുന്ന് കേൾക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെതിരെ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള അറ്റാക്കല്ല, വിമർശനമുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ടാക്കി. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിയുടെ നിന്ന് ബെസ്റ്റ് ഡിസ്റപ്റ്റർ അവാർഡൊക്കെ കിട്ടിയ ആളാണ് അദ്ദേഹം. അപ്പോൾ പൊതുവെ റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിനും ലിബറലുകൾക്കൊക്കെ സ്വീകാര്യനായ ഒരു യൂട്യൂബർ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി എന്ന് പറയുന്നത്. അദ്ദേഹം ഭരണകൂടത്തെ വിമർശിക്കാൻ പോകാറില്ല. ഇപ്പോൾ ധ്രുവ് റാട്ടി ചെയ്യുന്നത് പോലെ ഒന്നും ഭരണകൂടത്തെ വിമർശിക്കാനോ നിലവിലെ രാജ്യത്തെ വിദ്വേഷ കാലുഷ്യ ഉള്ള രാഷ്ട്രീയ പരിസരത്തെ വിമർശിക്കാനോ അത്തരത്തിൽ സോഷ്യൽ ഇഷ്യൂസിലൊന്നും കമൻറ്റ് ചെയ്യാനോ ഒന്നും പോകാറില്ല അദ്ദേഹം. പൊതുവെ റൈറ്റ് വിങ്ങേഴ്സിനിടയിലൂടെ റൈറ്റ് വിങ്ങിനോട് ഓരം ചേർന്നുകൊണ്ട് എന്നാൽ ലിബറൽ നടിച്ചുകൊണ്ടുള്ള ഒരു യൂട്യൂബ് യാത്ര അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് യാത്രയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വളരെ പെട്ടെന്ന് ഈ വിമർശനം വരാൻ കാരണം ഇദ്ദേഹം പങ്കെടുത്ത റിയാലിറ്റി ഷോ ആണെന്ന് തോന്നുന്നില്ലേ, റിയാലിറ്റി ഷോയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ ഒബ്സീൻ എന്ന് പറയാവുന്ന ഒരു പരാമർശമാണ്. സെക്സ് ജോക്ക് എന്നൊക്കെ ചോദിച്ചാൽ സെക്സ് ജോക്കോ അല്ല, അതിനപ്പുറം ഇൻസെസ്റ്റ് ജോക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു ജോക്കാണ്. അത് ഇന്ത്യൻ കൾച്ചറിൽ എത്രമാത്രം സ്വീകാര്യമാണെന്നൊരു ക്വസ്റ്റ്യനുണ്ട്. ഇപ്പോൾ നിരവധി ഈ വെസ്റ്റേൺ യൂട്യൂബേഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള സെക്സ് ജോക്കുകൾ പറയുന്ന പരിപാടികൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതൊട്ടും സൊസൈറ്റി സ്വീകാര്യമാവില്ല. ഒരുപക്ഷെ ഒരു കോസ്മോപൊളിറ്റൻ വ്യൂവേഴ്സൊക്കെ അത് സ്വീകരിച്ചേക്കാം എങ്കിൽ പോലും പൊതുവൊരു ഇന്ത്യൻ സൈക്ക് അതിന് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഈ രൺവീർ അലഹബാദി അങ്ങനെ ഒരു തമാശ പറയുന്ന ഒരാളുമല്ല. അദ്ദേഹം തമാശ ഉണ്ടാക്കി പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു അബദ്ധങ്ങളുണ്ടല്ലോ. ഒരു ഷോയിൽ പോയി ഞാൻ തമാശ പറഞ്ഞേ പറ്റൂ, ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് നമുക്ക് 2 തമാശ പറഞ്ഞ് കളയാം എന്ന് തീരുമാനിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളുണ്ടല്ലോ. ആ അബദ്ധങ്ങളാണ് അദ്ദേഹത്തിന് അത് പറ്റിയിട്ടുള്ളത്. 2, അദ്ദേഹം ഇത് മറ്റൊരു ഷോയിൽ നിന്ന് കോപ്പി അടിച്ചാണെന്നൊരു വിമർശനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് OG ട്രൂത്ത് ഓർ ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഒരു ഷോയിൽ ഒരു യുവതിയും ഒരു യുവാവും തമ്മിലുള്ള പരസ്പരം ട്രൂത്ത് ഓർ ഡ്രയർ എന്ന് പറയുന്നത് നമ്മൾ കളിക്കുന്ന കളിയുണ്ടല്ലോ, അതിൽ വളരെ സെക്സ് ജോക്കൊക്കെ വെച്ചിട്ടുള്ളൊരു ഷോയിൽ ഒരു പെൺകുട്ടി ഒരു യുവാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അങ്ങനെ തന്നെ അദ്ദേഹം കോപ്പി ചെയ്ത് ഇവിടെ പറയുകയാണ് ചെയ്തത്. അവിടെയാണ് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത്. അപ്പോൾ ആ അബദ്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പങ്കെടുത്ത ഷോയിൽ അതിലും ഒബ്സീനായിട്ടുള്ള ഒരുപാട് റിമാർക്സ് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഈ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ, അതായത് സംസാര ഭാഷയായ ഹിന്ദിയിൽ ധാരാളം തെറികൾ ഉപയോഗിക്കും. പ്രത്യേകിച്ചും ഈ ഗുജറാത്ത്, ബോംബെ സൈഡിലുള്ള ആളുകളൊക്കെ ദൈനംദിന സംസാര ഭാഷയിൽ ധാരാളം തെറികൾ ഉപയോഗിക്കുന്നതാണ്. ഒരു ദിവസം തന്നെ അത് ഓഫീസിലാകട്ടെ, ഇപ്പോൾ ബോസ് എംപ്ലോയിയാകട്ടെ,
എംപ്ലോയീസ് തമ്മിലാകട്ടെ, കുടുംബത്തിൽ അച്ഛനും മക്കളും തമ്മിലുള്ള സംസാരത്തിലാകട്ടെ, നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത, എഴുത്തു ഭാഷയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത തെറികൾ നിരന്തരം സംസാരിക്കുന്ന ആളുകളുണ്ട്. BSDK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു തെറിയുണ്ട് ഹിന്ദിയിൽ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ BSDK എന്നാണ് എഴുതുക. ആ തെറിയൊക്കെ എന്താണ്? ആ തെറിയൊക്കെ വീട്ടിൽ കുടുംബാംഗങ്ങൾ പരസ്പരം പറയുന്ന തരത്തിലുള്ള തെറികളാണ്. UP മുഖ്യമന്ത്രിയുടെ ഒരു തെറി ഒരിക്കലും അറിയാതെ. യെസ്, ആ തെറി ഒരു സാധാരണ ഭാഷയാണ്. അതായത് ഉത്തരേന്ത്യയിൽ സാധാരണമായ ആളുകൾ സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പച്ചത്തെറിയാണത്. പെങ്ങളെ ചേർത്ത് പറയുന്ന ഒരു തെറിയാണ്. അത് UP മുഖ്യമന്ത്രി പോലും എന്താണ് ക്യാമറമാനോട് പറഞ്ഞതായിട്ട് ലീക്കായി. അപ്പോൾ അത് അവിടുത്തെ ഒരു കൾച്ചറാണ്. അപ്പോൾ അങ്ങനെ കൾച്ചറുള്ള ഒരു നാട്ടിൽ ഇൻസെസ്റ്റ് ജോക്ക് സംസാരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതിനപ്പുറം ഈ തെറി പറഞ്ഞതൊന്നും ഇതുവരെ പ്രശ്നമായിട്ടല്ല. ഈ ഷോയിൽ തന്നെ ധാരാളമായി തെറി ഉപയോഗിക്കുന്നുണ്ട്. വാട്ട്സ് ദ സൈസ് ഓഫ് യുവർ ഡി എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമാവാതിരിക്കുക. ഇൻസെസ്റ്റ് ജോക്ക് പറഞ്ഞതാണ് പ്രശ്നമായതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കും രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഇദ്ദേഹം തീവ്ര ലിബറലിസത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. അതായത് അദ്ദേഹം ആ സെക്സ് ജോക്ക് പറഞ്ഞത് ലിബറലിസത്തിൻ്റെ കുഴപ്പമാണെന്നാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ കണ്ടെത്തുന്നത്. അതിനു മുമ്പ് അദ്ദേഹം സനാതനിയായിരുന്നു, അദ്ദേഹം ലിബറലിസത്തിലേക്ക് വഴിമാറിപ്പോയി എന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഇതേ സനാതനികളിരുന്ന് പറയുന്ന തെറികൾ, യോഗി ആദിത്യനാഥ് തന്നെ പറയുന്ന തെറികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻസെസ്റ്റാണ് പ്രശ്നം. അതായത് ഒരു ഫാമിലി വാല്യൂ, ഇന്ത്യൻ ഫാമിലി വാല്യൂവിനെ ആക്രമിക്കുന്നു എന്നുള്ളിടത്താണ് ഈ റൈറ്റ് വിംഗേഴ്സും ലിബറൽസും എല്ലാം രാഹുൽ അലഹാബാദിയെ എതിർക്കാനുള്ള ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. രൺവീർ. അപ്പോൾ ഈ ബഹളത്തിനൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസെടുക്കുന്നു, ആസാം പോലീസ് വന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നു കേൾക്കുന്നു. ഇതിനിടയ്ക്ക് വേറൊരു രസകരമായ നറേറ്റീവ് ഉണ്ട്. ശരിക്കും എന്ത് ഇലഹാബാദിയാണ്? രൺവീർ ഇലഹാബാദി യഥാർത്ഥത്തിൽ ആരാണ്? എന്തിനാണ് പ്രയാഗ്രാജ് എന്ന് പറയാതെ അലഹാബാദി എന്ന പേരിട്ടിരിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം പണ്ട് പാകിസ്ഥാനിൽ നിന്ന് UPയിൽ ചേക്കേറിയതാണ്, പിന്നീട് ബോംബെയിൽ സ്ഥിരതാമസമാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ, വെറുതെ അല്ല ഇവൻ തെറി പറയുന്നത്. അതായത് ഈ പ്രശ്നത്തിനിടയ്ക്കും ഇങ്ങനെയൊരു സാധ്യതയുണ്ടോ എന്ന് തിരയുകയാണ് റൈറ്റ് വിങ്ങേഴ്സ്. മറ്റൊരു കാര്യം, അലഹാബാദി ചെയ്ത കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ അഡൾട്ട് കണ്ടൻറ് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പറയണം, നമ്മൾ പ്രഖ്യാപിക്കണം. അപ്പോൾ അഡൾട്ട് കണ്ടൻറ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഇപ്പോൾ അത് നീക്കിയിട്ടുണ്ട്. വനിതാ കമ്മീഷൻ നിർദ്ദേശപ്രകാരം മറ്റാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ അഡൾട്ട് ജോക്ക് ധാരാളമായി നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഇവരുടെ നിയമപരമായ പ്രശ്നം ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പ്രഖ്യാപിക്കാത്തത് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ഈ രോഷമുണ്ടല്ലോ, ഈ രോഷം കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയ്ക്ക് ശേഷം വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിനെതിരെ ആർക്കും ഉണ്ടാവുന്നില്ല. ഇതേ അലഹാബാദിയയുടെ പോഡ്കാസ്റ്റിൽ മലപ്പുറത്തെക്കുറിച്ച് ഇല്ലാത്ത പച്ചക്കള്ളം പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഞെട്ടലുണ്ടാവുകയോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ വിദ്വേഷ പ്രചാരണം ഇങ്ങനെ തഴച്ചു വളരുമ്പോൾ ഒരു സെക്സ് ജോക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇൻസെസ്റ്റ് ജോക്കിൻ്റെ പേരിൽ ഇലഹാബാദിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു, അദ്ദേഹത്തിനെതിരെ കാടളക്കി അട്ടഹാസം മുഴക്കുന്നു എന്ന് കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം ഇത്തരത്തിൽ ഇൻസെസ്റ്റ് ജോക്കാണോ അതല്ല രാജ്യത്തെ വിദ്വേഷ പ്രചാരണമാണോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അതെ, അജിംസ് ഇപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഇന്ത്യൻ വാല്യൂസായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു പരാമർശം, അതിലൊരു അശ്ലീലം കടന്നു വരുമ്പോൾ അതാണ് സ്വാഭാവികമായിട്ട് റൈറ്റ് വിങ്ങിനെ അടക്കം പ്രകോപിപ്പിക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ വരെ ഉന്നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിരവധി പരാതികൾ വരുന്നുണ്ട്. ചലച്ചിത്ര താരങ്ങളടക്കം ഈ രൺവീറിനെതിരെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രൺവീറിനെതിരെ അൺഫോളോയിങ് ക്യാമ്പയിൻ അടക്കം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നടക്കം ഇതണക്ക് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നമ്മുടെ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഉണ്ടാകുന്നില്ല എന്ന് കൂടിയിട്ട് നമ്മൾ കാണണം. ഈ രൺവീർമാർ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പഠിക്കുമോ? അല്ല, ഈ രാജ്യത്ത് വിദ്വേഷ പ്രചാരണത്തിനെതിരെ നടപടി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരി, ആളുകൾക്ക് ആവേശം ഉണ്ടാകുന്നില്ല. ആവേശം ഉണ്ടാവാത്തതിൻ്റെ കാരണം എത്രയോ ഒരു 10-15 വർഷം കൊണ്ട് പബ്ലിക്കായി നമുക്ക് വിദ്വേഷം പറയാമെന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയും ആളുകൾക്ക് ഒരു അത്ഭുതം നഷ്ടപ്പെടുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വംശീയമായ പ്രസംഗം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല, അതൊക്കെ സാധാരണയല്ലേ എന്ന് ന്യൂനപക്ഷങ്ങൾ തന്നെയും ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലമാണിത്. രണ്ടാമത്തേത് നോക്കിയാൽ ഏറ്റവും അവസാനം പുറത്തു വന്ന ഹെയ്റ്റ് ലാബിൻ്റെ കണക്ക് പ്രകാരം വിദ്വേഷം പറയാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ രാജ്യത്തിൻ്റെ ഭരണനായകനായ പ്രധാനമന്ത്രിയാണ്. പിന്നെ ഇപ്പോൾ ആർക്കെതിരെ പരാതി കൊടുക്കണം, ആര് കേസെടുക്കണം പോലുള്ള ചോദ്യമുണ്ട്. ഭരണകൂടം തന്നെ ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിൻ്റെ പ്രയോക്താക്കളായിട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന തരത്തിൽ ഉള്ള, ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞു, വാല്യൂ സിസ്റ്റം ഡിസ്റ്റേബ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വാല്യൂ സിസ്റ്റം എന്ന് പറയുന്ന സംഗതിയും അതിനൊരു പൊളിറ്റിക്കൽ ആവരണവും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാരാണ്? പ്രധാനമന്ത്രിയെ പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഒക്കെ ഇത് വാല്യൂ സിസ്റ്റത്തിൻ്റെ ആൾക്കാരാണ്.
മറ്റേത് അവരുടെ വാല്യൂ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഏത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ ആക്രമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ കാരണം. അപ്പോൾ എനിക്ക് ഈ രൺവീറിനെ കുറിച്ച് തോന്നുന്നു, ഇയാളെക്കുറിച്ച് ഞാൻ ആദ്യം കാണുന്നത് ഇയാളുടെ നമ്മുടെ സ്മൃതി ഇറാനിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അല്ലാതെ എനിക്കധികം ഞാൻ കണ്ടില്ല. ഇപ്പോഴാണ് കൂടുതൽ തപ്പിപ്പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ വാല്യൂ സിസ്റ്റത്തെക്കുറിച്ച് പറയുന്ന, ജ്യോതിഷത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളെക്കുറിച്ച് കേട്ട് സ്തബ്ധനായിരിക്കുന്ന, ഒപ്പം ഹിന്ദു സനാതന ധർമ്മത്തിൻ്റെ ആധുനിക കാല പ്രസക്തിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന, അങ്ങനെ കൂടുതൽ ഇൻഫ്ലുവൻസസിനെ ഉണ്ടാക്കിയ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ ആൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു നിലയ്ക്കുമുള്ള കൂസലില്ല. അതിപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ വിദേശത്തെ ഒരു ഷോയിൽ നിന്ന് അങ്ങനെ ഡിറ്റോ കോപ്പി അടിച്ച സാധനമാണ് ഇദ്ദേഹം അവിടെ പോയി പറയുന്നത്. തമാശ പറയാൻ വേണ്ടി പോകുന്നു, ഇത് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പോയി പറയാണ്. അപ്പോൾ ഈ വാല്യൂ സിസ്റ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ, സനാതന ധർമ്മത്തെക്കുറിച്ച് മാലോകരെ എപ്പോഴും ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഈ വൃത്തികേട് താൻ പറയാൻ പാടില്ല എന്നൊരു ചിന്ത അയാളുടെ ഉള്ളിൽ വന്നതേ ഇല്ല എന്ന് കാണുക. എന്ന് വെച്ചാൽ എന്താണ് വാല്യൂ സിസ്റ്റത്തെക്കുറിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയാൾ ഈ പറഞ്ഞ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ഹിന്ദു സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ്. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ അറിയാം ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ല കച്ചവടം എന്താണ്? സനാതനധർമ്മം എടുത്ത് വീശാം. ആ സനാതനധർമ്മം പുള്ളി എടുത്ത് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുറത്ത് പോകുമ്പോൾ അവിടെ ഏറ്റവും നല്ല കച്ചവടത്തിന് പറ്റിയതാണ് സെക്സ് ജോക്ക് പറയാം. അതിനപ്പുറത്തേക്ക് സനാതനധർമ്മത്തോടോ ഇന്ത്യൻ എന്താ പറയുക സോക്കോൾഡ് വാല്യൂ സിസ്റ്റത്തോടൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ള ആളല്ല ഇദ്ദേഹം ഒന്ന് കാണണം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു എളുപ്പമില്ലാതെ ഒരു മടിയില്ലാതെ അപ്പുറത്ത് പോയി വൃത്തികേട് വിളിച്ച് പറയുന്നത്. അത് കേൾക്കുന്ന മനുഷ്യൻ, നമ്മളിപ്പോൾ ഒരു ജോക്ക് പറയാൻ തീരുമാനിക്കുന്നു, നമുക്കത് ജോക്കായിരിക്കും. അത് നമ്മൾ വേറൊരു മനുഷ്യനോട് പറയുകയും അയാളോട് ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ അത് കേൾക്കുന്ന മനുഷ്യനുണ്ടാകുന്ന ഫീൽ എന്തായിരിക്കും? നിങ്ങളുടെ മാതാപിതാക്കളുടെ സെക്സിനകത്ത് ഇടപെടാൻ പോകുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ആ ക്വസ്റ്റ്യൻ ആ കേൾക്കുന്ന ആൾക്കുണ്ടാക്കുന്ന അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചോദിച്ചാൽ, ലോകം മുഴുവൻ കണ്ടു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ചോദിച്ചാൽ, ആളുകൾക്ക് മുഴുവൻ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ചോദിച്ചാൽ അത് ഉണ്ടാക്കുന്ന ഒരു ട്രോമ എന്തായിരിക്കും? അയാൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണ്ടേ? അപ്പോൾ ഇതൊരു ഭയങ്കരമായ അന്യായമാണ്. കേവലമായ ഒരു ജോക്ക് നമുക്കതിൻ്റെ ഒരു കുറച്ച് കൂൾ മൈൻഡിലെടുത്ത് വിട്ട് കളയാം. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു വേറൊരു വ്യക്തിക്ക് നേരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലോകം മുഴുവൻ കണ്ടു നിൽക്കെ മറ്റൊരു വ്യക്തിക്ക് നേരെ, അയാളുടെ അന്തസ്സിന് നേരെ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ്. ഒരാൾ ചോദിക്കുന്നു, ആ ചോദ്യം കേട്ട് ചുറ്റിരിക്കുന്ന മനുഷ്യന്മാർ മുഴുവൻ ചിരിക്കുന്നു. അപ്പോൾ അത് ഗുരുതരമായ സ്വഭാവമുള്ള ഒന്നാണ്. അതിനെ ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. പരിഗണിക്കുക വെച്ചാൽ അതിനെ നമ്മുടെ സിസ്റ്റവും ആ നിലയ്ക്ക് സമീപിക്കേണ്ടതുണ്ട്, നമ്മുടെ പൊതുസമൂഹം ആ നിലയ്ക്ക് സമീപിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറയുക. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞാൽ വെറുപ്പ് അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ്. മറ്റുള്ളവരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന, മറ്റുള്ളവരെ വംശീയമായ വെറുപ്പിന് ആഹ്വാനം ചെയ്യുന്ന ഇത്തരം യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കുഴപ്പമായിരിക്കും തന്നെ. ഇതും ഗുരുതരമായ പ്രശ്നമാണ്. ഞാനിതിനെ കാണുന്നത് നമ്മളെ പൊതുവിടത്തിൽ അശ്ലീലം പറയാമോ എന്നുള്ള കേവലമായ ധാർമ്മിക പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇപ്പം ഞാനാണ് അവിടെ പോയി ആ ഷോയിൽ നിൽക്കുന്നത്, എന്നോടാണിത് പറയുന്നതെങ്കിൽ എനിക്ക് പേഴ്സണലി ഉണ്ടാകാൻ പോകുന്ന പരിക്ക് ഗുരുതരമായിരിക്കുന്നതാണ്. എൻ്റെ ബോധ്യം അതാണ്. അങ്ങനെ എൻ്റെ മേൽ പരിക്ക്, അവരുടെ തമാശ, അവരുടെ കാഴ്ചപ്പാടിൽ കഴിച്ച് എൻ്റെ മേൽ ഇത്ര ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച് പരിക്കേൽപ്പിക്കാൻ ഒരാൾക്കും റൈറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി തന്നെ സമീപിക്കേണ്ടതും നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുള്ള ക്രൈമായിട്ടാണ് എനിക്കിതിനെക്കുറിച്ച് തോന്നുന്നത്. വേറെ ഒരു മലയാളിയോട് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു മലയാളിയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ ആഭിമുഖ്യം ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് പൊളിറ്റിക്സിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, വോട്ട് ചെയ്യാറുണ്ടോ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ 100% ലിറ്ററസി, സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറഞ്ഞൊരു ജസ്പ്രീത് സിംഗോ എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പ്രമുഖർക്ക് എല്ലാവർക്കും അവരുടെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. മലയാളിയുടെ ഒരു പവർ എന്താണെന്ന് മലയാളി പോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാവരോടും പോയി പറയുന്നുണ്ട്. മലയാളിയുടെ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുമ്പോൾ മലയാളി എന്താണെന്ന് മലയാളി ഓൾറെഡി ഇന്ത്യയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാക്ഷരത നന്നായുള്ളവരാണ്, രാഷ്ട്രീയം നന്നായിട്ടുള്ളവരാണ്. ഏതോ ഒരു മലയാളിയായ പെൺകുട്ടി, അവർ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെയാണെന്ന് തോന്നുന്നില്ല, മുംബൈയിലോ മറ്റോ ആയിരിക്കും. അപ്പോൾ അവർക്ക് വോട്ടിങ്ങിനോട് താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞതിന് മലയാളികൾ മൊത്തം കുഴപ്പമാണെന്ന് അടച്ചാക്ഷേപിക്കുകയാണ്. മലയാളികൾ എല്ലാ സാമൂഹ്യ സൂചികകളിലും മുന്നിൽ നിൽക്കുന്ന, രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അക്ഷരജ്ഞാനത്തിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന, വർഗീയ വിഭജനത്തിന് വോട്ട് ചെയ്യാൻ ഇപ്പോഴും അതിൽ മൂക്കുകുത്തി വീഴാത്ത തരത്തിലും കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരെയാണ് ഈ കളിയാക്കുന്നത് കൂടി ഓർക്കണം. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ക്വാളിറ്റിയുടെ ഒരു പരിസരം തൊടാത്ത ഒരു പന്ന പരിപാടി, അപ്പോൾ അതിനെ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇത് അയാൾ മാപ്പ് പറഞ്ഞു നല്ല കാര്യമാണ്. അയാളുടെ തെറ്റ് മനസ്സിലാവുമെന്ന് വെച്ചാൽ ഒരു മനുഷ്യനില്ല പിന്തുണയ്ക്കാൻ ഓർക്കണം. എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും നേരത്തെ അജിംസ് പറഞ്ഞ എല്ലാവരും എതിരായി. അപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾ മാപ്പ് പറഞ്ഞു. കാരണം ബിസിനസ്സാണല്ലോ, ബിസിനസ് പോകും. കാരണം അയാളുടെ ധാർമ്മിക പ്രതലം നഷ്ടപ്പെടുന്നു, കെട്ടിപ്പൊക്കുന്ന ധാർമ്മിക പ്രതലം. നല്ല പിള്ള ഇന്ത്യയിലെ സനാതന ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പുതിയ യുവാവ്, ഇതെല്ലാം പൊളിയാണല്ലോ. അതിനെക്കുറിച്ചുള്ള വേവലാതിയായിരിക്കും, അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള വാല്യൂസാണ് അയാളെ നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയാൽ തന്നെ കാണാം, ഇന്ത്യയിൽ ഈ പറഞ്ഞ സെക്സ് ജോക്കുകൾ പറയുക, അല്ലെങ്കിൽ സെക്ഷൽ കണ്ടൻറ്റ് കൊടുക്കുക, അത്തരം റിമാർക്സ് പറയുക, അങ്ങനെയൊക്കെ ട്രാഫിക് കൂട്ടുന്ന ഒരു നെഗറ്റീവ് ട്രെൻഡ് വല്ലാതെ കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഗൂഗിൾ പറഞ്ഞു തരും, മൊത്തം പഠന റിപ്പോർട്ടുകൾ. അപ്പോൾ അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് കുറച്ചൊന്ന് കൺട്രോൾഡ് ആവാവുന്നതാണ്. മറ്റുള്ള മനുഷ്യരുടെ അന്തസ്സിന് മേലെ കയറി നിന്നുകൊണ്ട് അഭ്യാസം കാണിക്കരുത്. ഓക്കെ,
വിനോദമടക്കം ഏത് പരിപാടിയുമാകട്ടെ അതിൽ കൂടെ ഉള്ളവരെയും അല്ലെ പങ്കെടുക്കുന്നവരെയും ഒരു വിധത്തിലും അധിക്ഷേപിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിതൊരു പാഠമാകട്ടെ എന്ന് കരുതാം.